ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد فإن كان لهن ولد فلكم الربع مما تركن من بعد وصية يوصين بها أو دين ولهن الربع مما تركتم إن لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم من بعد وصية توصون بها أو دين. ആയത്ത് 12. വലക്കും അല്ലയോ പുരുഷന്മാരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിസ്ഫു മാ തറക അസ്വാജുക്കും നിങ്ങളുടെ ഇണകൾ ഉപേക്ഷിച്ചതിന്റെ പകുതി ലഭിക്കുന്നതാണ് ഇല്ലം യകുൽ ലഹുന്ന വലദ് അവർക്ക് മക്കളാരുമില്ലെങ്കിൽ ഫഇൻ കാന ലഹുന്ന വലദുൻ ഫലകുമുർ റുബു ഇനി ആ സ്ത്രീകൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4/1 ലഭിക്കുന്നതാണ് മിമ്മാ തറക് ആ സ്ത്രീകൾ ഉപേക്ഷിച്ചതിന്റെ 4/1 ലഭിക്കുന്നതാണ് മിൻ ബഅദി വസിയതി യൂസീന ബിഹാ ഔ ദൈൻ ആ സ്ത്രീകൾ വസിയ്യത്ത് ചെയ്ത കാര്യത്തിന് ശേഷം അല്ലെങ്കിൽ അവരുടെ കടത്തിന് ശേഷം വലഹുന്ന الربع مما تركتم إن لم يكن لكم ولد ഇനി നിങ്ങൾക്ക് മക്കളാരുമില്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചതിന്റെ 4/1 നിങ്ങളുടെ ഭാര്യമാർക്ക് ലഭിക്കുന്നതാണ് കാനലക്കും വലത് ഇനി നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ഫലഹുന്ന സുമുനു മിമ്മാ തറക്തും നിങ്ങൾ ഉപേക്ഷിച്ചതിന്റെ 8/1 അവർക്ക് ലഭിക്കുന്നതാണ് മിൻ ബഅദി വസിയത്തിൻ തൂസൂന ബിഹാ നിങ്ങൾ ചെയ്ത വസിയ്യത്ത് നിറവേറ്റിയതിനു ശേഷം ഔ ദൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ കടത്തിന് ശേഷം. അല്ലാഹു ഈ ആയത്തിന്റെ ഈ ഭാഗത്ത് ഭാര്യ ഭർത്താക്കന്മാർക്ക് ലഭിക്കുന്ന ഓഹരി വിവരിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ബന്ധമാണ് ഇണയുമായിട്ടുള്ള ബന്ധം. അവരുടെ വേർപാട് വലിയ ആഘാതമാണ്. ഈ സമയത്ത് അവരുടെ സമ്പത്തിൽ നിന്നും ഒരു ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭർത്താവിന് എത്ര അനുഭവിക്കാൻ അവകാശമുണ്ട് അതനുഭവിച്ചുകൊണ്ട് അവർ ജീവിത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങണം എന്നല്ലാഹു അറിയിക്കുന്നു. വലകും നിസ്ഫു മാ തറക അസ്വാജുകും നിങ്ങളുടെ ഇണകൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നതിന്റെ പകുതി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇല്ലം യകുൽ ലഹുന്ന വലദ് ആ സ്ത്രീകൾക്ക് മക്കളില്ല എങ്കിൽ ഒരു സ്ത്രീക്ക് മക്കളാരുമില്ല,
നമ്മളിൽ നിന്നോ അല്ലെങ്കിൽ മുൻ ഭർത്താക്കന്മാരിൽ നിന്നോ മക്കളില്ല. അള്ളാഹുവിന്റെ തീരുമാനം ആ ദാസി പടച്ചവരിലേക്ക് യാത്രയായി അവരുടെ സമ്പത്തിന്റെ പകുതി ഭർത്താവിന് ലഭിക്കും. فإن كان لهن ولد فلكم الربع مما ترك. ഇനി ഭാര്യയ്ക്ക് മക്കളുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് 4/1 ലഭിക്കുന്നതാണ്. എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എല്ലാം അടിച്ചെടുക്കാൻ അവകാശമില്ല. 4/1. ബാക്കിയുള്ളത് മക്കൾക്കിത്ര, വാപ്പാവുമ്മായിക്കിത്ര, ഇനി പറയാൻ പോകുന്നവർക്കിത്ര വീതിച്ചോണം. മിൻ ബഅദി വസിയത്തി യൂസീന ബിഹാ ഔ ദൈൻ. ഇതാ സ്ത്രീകൾ എന്തെങ്കിലും വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ അവർക്ക് വല്ല കടവുമുണ്ടെങ്കിൽ അത് വീട്ടിയതിനു ശേഷമാണ് നിർവഹിക്കേണ്ടത്. സ്ത്രീകൾക്കും വസിയ്യത്ത് ചെയ്യാം. വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്ത്രീകൾ മരിച്ച ഖബറിലാണ്. പക്ഷേ അവരുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മസ്ജിദുകളിൽ നമസ്കാരം നടക്കുന്നു. അവരുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മദ്രസകളിൽ ഖുർആൻ പാരായണം നടക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ ആയിഷ മസ്ജിദ് എന്നൊരു മസ്ജിദുണ്ട്. ഐഷ പള്ളി എന്ന് നാട്ടുകാരെ വിളിക്കും. അവരോട് പറഞ്ഞ് ഐഷ പള്ളി കുയിഷ പള്ളി എന്ന് വിളിക്കല്ലേ, ആയിഷ മസ്ജിദ് എന്ന് വിളിക്കും. പേര് മര്യാദയ്ക്ക് പറയും. നല്ല പേരുകളെല്ലാം ഒന്ന് കൊളമാക്കുക എന്നത് ആളുകൾ വലിയ ദൗത്യമാണ്. അള്ളാഹുവിന്റെ ഒരു ദാസി, അവർക്ക് മക്കളില്ല, ഭർത്താവ് മരണപ്പെട്ടു, ഇവരും മരണപ്പെട്ടു. ഇവർ ആ സ്ഥലം അത് മസ്ജിദിന് വേണ്ടി വഖഫ് ചെയ്തു. ഒന്നാന്തരം മസ്ജിദ്, നിറഞ്ഞ് നമസ്കാരം. മാഷാ അല്ലാഹ്. ദീനിന്റെ മാർഗത്തിൽ ജമാഅത്ത് വരുന്നു, പോകുന്നു, കുഞ്ഞുങ്ങൾ ഓടിച്ചാടി നടക്കുന്നു, മദ്രസയിൽ പഠിക്കുന്നു. യൂസീന ബിഹാ ഔ ദൈൻ. ഇനി അവർക്ക് കടം വല്ലതുമുണ്ടെങ്കിൽ ആ കടം കൊടുത്ത് വീട്ടിയിട്ടാകണം ഈ അനന്തരാവകാശം വീതിക്കുന്നത്. സ്ത്രീകൾക്ക് ന്യായമായ കടം മേടിക്കാൻ കൊടുക്കാൻ കുഴപ്പമില്ല. നേരത്തെ അന്യായമായ കടം മേടിക്കൽ, ചിട്ടിപ്പണി നടത്തൽ, അതുപോലെ തന്നെ അവിടുന്ന് ഇവിടുന്നും പൈസയെല്ലാം ശേഖരിച്ച് അവിടെ ഇവിടെ കൊടുക്കൽ, മറിക്കൽ, തിരിക്കൽ, കൂട്ടുകാരികൾക്ക് അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അള്ളാഹുവാണ് നടത്തുന്നത്. പൊന്നു സഹോദരിമാരെ, അന്യായമായ കടം മേടിക്കൽ, പ്രത്യേകിച്ചും ഭർത്താവ് അറിയാതെ, വാപ്പ അറിയാതെ, സഹോദരങ്ങളും മക്കളും അറിയാതെയുള്ള ഇടപാടുകൾ തികഞ്ഞ സൂക്ഷ്മത വേണം. നിങ്ങൾ പാപത്തുങ്ങളാണ്, പറ്റിക്കപ്പെടും. നല്ല മിടുക്കന്മാരായ പുരുഷന്മാര് പോലും പറ്റിക്കപ്പെടുന്നു. അതുകൊണ്ട് ന്യായമായ കടം വല്ലതുമുണ്ടെങ്കിൽ കൊടുത്ത് വീട്ടിൽ, എന്നിട്ട് അനന്തരാവകാശം വീതിക്കും. വലഹുന്ന الربع مما تركتم إن لم يكن لكم ولد. ഇനി നിങ്ങൾ മരണപ്പെട്ടു, നിങ്ങളുടെ ഭാര്യയുണ്ട്, നിങ്ങൾക്ക് മക്കളാരും ഇല്ലതാനും. ഈ സമയത്ത് ആ ഭാര്യയ്ക്ക് 4/1 നൽകേണ്ടതാണ്. 4/1 കൊടുക്കണം. നിങ്ങളുടെ സമ്പത്തിന്റെ 4/1. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൈമടക്ക്, ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ന്യായമായ വഴികളിൽ ചെലവഴിക്കാൻ വേണ്ടിയാണ് ഈ 4/1 കൊടുക്കുന്നത്. അവരുടെ ചെലവുകൾ അവരുടെ മാതാപിതാക്കൾ നിർവഹിക്കും, സഹോദരങ്ങൾ നിർവഹിക്കും. ഏറ്റവും പ്രധാനമായും അവർ രണ്ടാമത്തെ ജീവിതത്തിലേക്ക് അവർ നീങ്ങണം, ആ ഭർത്താവ് ചെലവഴിക്കും. فإن كان لكم ولد فلهن الثمن مما تركتم.
ഇനി നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ പുരുഷന്മാർക്ക് മക്കളുണ്ടെങ്കിൽ, അതിനോടൊപ്പം ഭാര്യമാരുമുണ്ടെങ്കിൽ അവർക്ക് 8 കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ഉപേക്ഷിച്ചതിൽ നിന്നും 8 കൊടുക്കേണ്ടതാണ്. ഇവിടെ മനസ്സിലാക്കണം, ഒരു വ്യക്തിക്ക് 1 കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട 4 അതുപോലെ 8 എല്ലാവരും പങ്കാളികളാകുന്നതാണ്. തുല്യമായിട്ട് വീതിക്കണം. ഞാൻ ആദ്യത്തെ ഭാര്യ, അതുകൊണ്ട് എനിക്ക് 3/4, നീ രണ്ടാമത്തേത് 1/4 ഭാഗം. ഇല്ല, തുല്യമായിട്ട് 8 4 വീതിക്കണം. അത് പറഞ്ഞു കഴിഞ്ഞു. അത് സ്ത്രീകളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. യഥാർത്ഥ ചെലവ് മറ്റുള്ളവരാണ് നൽകേണ്ടത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ പല സ്ത്രീകളും ഭർത്താവ് മരിച്ചാൽ അവർ രണ്ടാമത് വിവാഹം കഴിക്കാൻ മടിക്കും. കാരണം എന്താണ്? സമുദായത്തിന്റെ ഒരു വെപ്പുണ്ട്. കല്യാണം കഴിച്ചാൽ പിന്നീട് അവന്റെ സമ്പത്ത് നീ ഉപയോഗിക്കണ്ട, അവന്റെ വീട്ടിൽ നീ കിടക്കണ്ട, അവന്റെ വാഹനത്തിൽ നീ മറ്റൊരു പുരുഷനുമായി യാത്ര ചെയ്യേണ്ടതില്ല എന്നൊരു സങ്കല്പം, ഒരുതരം ഭ്രാന്തമായ വിമർശനം ഇന്ന് ലോകത്തുണ്ട്. ഹക്കീമുൽ ഉമ്മത്ത് മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്ക് മുസ്ലിം ഭാര്യ എന്ന ഗ്രന്ഥത്തിന്റെ അവസാനം കൊടുക്കുന്നുണ്ട്. വിവരം കെട്ടവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, അല്ലയോ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവ് മരിച്ചാൽ അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു എല്ലാവർക്കും സൗഖ്യവും സമാധാനവും കൊടുക്കട്ടെ. മരണം വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അന്തസ്സായി രണ്ടാമത്തെ വിവാഹത്തിന് നിങ്ങൾ തയ്യാറാകണം. മറ്റുള്ളവരെ ആശ്രയിച്ചും കുറ്റങ്ങളും കുറവുകളും കേട്ടും നിങ്ങൾ ജീവിക്കുന്നതിനേക്കാളും നല്ലത് അന്തസ്സായി നിങ്ങൾ ഏതെങ്കിലും പുരുഷനുമായി ബന്ധപ്പെട്ട് ജീവിക്കലാണ്. അങ്ങനെ ആരെങ്കിലും വിവാഹം കഴിച്ചാലും അവർക്കും ഈ അനന്തര സ്വത്ത് കൊടുക്കേണ്ടതാണ്. ചിലർ പറയാറുണ്ട്, ആ പൈസ മൊത്തം ഇങ്ങോട്ട് തന്നെ, എന്നിട്ട് നീ വല്ലവരെയും കെട്ടിക്കോളി. എന്താ ഈ പറയുന്നത്? അന്നാ കെട്ടാതെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മോശമായ ബന്ധവുമായിട്ടിരുന്നാൽ ഈ ആളുകൾക്ക് യാതൊരു വിമർശനവുമില്ലല്ലോ. അത് നമ്മൾ ഇസ്ലാമിക സങ്കല്പം മനസ്സിലാക്കണം. ഞാൻ മരണപ്പെട്ടു, എന്റെ ജീവിതം അവസാനിക്കുന്നില്ല ഖബറിൽ. എന്റെ ഭാര്യയുടെയും മക്കളുടെയും കൂട്ടുകുടുംബാദികളുടെയും ഈ സ്ഥാപനത്തിന്റെയും കാര്യം പിന്നീട് മരിക്കുന്നവരിലൂടെ അള്ളാഹു അറിയിക്കും. ഈ സമയത്ത് ഞാൻ അറിയുകയാണ്, ഭാര്യയ്ക്ക് ആഹാരവുമില്ല, വെള്ളവുമില്ല, ഒന്നുമില്ല. അവര് വേറെ കല്യാണവും കഴിക്കുന്നില്ല. എനിക്കെന്തോ സന്തോഷം വരുമോ? അല്ലെങ്കിൽ തിരിച്ച് എന്റെ ഭാര്യ മരിച്ചു, ഞാനാകട്ടെ കുടിയുമില്ല, ആഹാരവുമില്ല, ഒന്നുമില്ല. ഒരു നല്ല ഭാര്യയ്ക്ക് സന്തോഷം വരുമോ? അവരുടെ സന്തോഷമായിരിക്കണം എന്റെ ഭർത്താവ് സന്തോഷത്തിൽ ജീവിക്കട്ടെ, എന്റെ ഭാര്യ സന്തോഷത്തിൽ ജീവിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഇത്തരം ആളുകളെ കുറ്റപ്പെടുത്തരുത്. നിനക്ക് നാണമില്ലല്ലോ ആ പഴയ പെണ്ണിന്റെ കാറിൽ ഒരു പുതിയ പെണ്ണിനെ കയറ്റിക്കൊണ്ടു പോകാൻ. ഹറാമുകൾ കാണിച്ച ഇവിടെ നാണത്തിനെ പറ്റി ആർക്കും ചോദ്യമില്ല. നിനക്ക് നാണമില്ലല്ലോ അവന്റെ വീട്ടിൽ വേറൊരു പുരുഷനെ കടത്താൻ. ഹറാമ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു തന്തയ്ക്കും തള്ളയ്ക്കും ഇത്തരം സംസാരമില്ലല്ലോ. അനുവദനീയമായ കാര്യങ്ങൾ ചെയ്താൽ പലപ്പോഴും ഭാര്യമാരും അതുപോലെ ഭർത്താക്കന്മാരും മരണത്തിന് മുമ്പ് വസീയത്ത് ചെയ്തിട്ട് മരിക്കുന്നു. ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ വേറെ ആളെ വിവാഹം കഴിക്കണം, എന്റെ ഭാര്യയ്ക്ക് വേറെ വിവാഹത്തിന് തർത്തീബാക്കണം. അവർ ഖബറിൽ കിടക്കുകയാണ്. അവരുടെ ഭാര്യ കല്യാണത്തിന് തയ്യാറാകുന്നില്ല. അവരുടെ ഭാര്യയുടെ വാപ്പയുമ്മയും കല്യാണത്തിന് വേണ്ടി തയ്യാറാകുന്നില്ല. ഭർത്താവിന്റെ വാപ്പയുമ്മയും മരുമോളെയും അതുപോലെ മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന വേറെ കല്യാണത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ ക്രൂരതയാണ്, അക്രമമാണ്. فَإِن كَانَ لَكُمْ وَلَدٌ فَلَهُنَّ الثُّمُنُ مِمَّا تَرَكْتُمْ مِنْ بَعْدِ وَصِيَّةٍ تُوصُونَ بِهَا أَوْ دَيْنٍ. പ്രകൃതിക്ക് വിരുദ്ധമായി ജീവിക്കരുത്. അത് മുഴുവൻ ജനങ്ങൾക്ക് നാശമാണ്, നഷ്ടമാണ്. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തെ നന്നാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.